തൊടേണമേ. ആരാധനയേശുവേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണമോ. ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റുകളഞ്ഞ ഏസാവിനെ പോലെ നിങ്ങളിൽ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതാ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് അനേകം ദൈവമക്കളെ സ്വർഗരാജ്യത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഉണർത്തിയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം, ഇതിനു മുമ്പ് ഇതുപോലെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ലിൻഡ. ഞാൻ UK-യിൽ ഒരു നേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിഷേകാഗ്നി കണ്ടതിൻ്റെ പേരിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലഭിച്ച ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാ ആഴ്ചകളിലും അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. എൻ്റെ വിവാഹാലോചന നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരും ഞാനും ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വിവാഹം ശരിയാകുകയാണെങ്കിൽ ടെലിവിഷനിലൂടെ സാക്ഷ്യപ്പെടുത്താം എന്ന് കർത്താവിനോട് നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ എൻ്റെ ദൈവം എൻ്റെ വിവാഹ തടസ്സം എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ചു. 2010 ജൂലൈ 10-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. പാലക്കാട് ജില്ലയിലുള്ള സെഗിയോൻ ധ്യാനകേന്ദ്രത്തിന് അടുത്തുള്ള പാലക്കയം ഇടവകയിൽ തന്നെയാണ് എനിക്ക് ജീവിത പങ്കാളി ഒരുക്കിയത്. UK-യിൽ ജോലിയുള്ള ആളിനെ ജീവിത പങ്കാളിയെ തന്ന് ദൈവം എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് താമസിക്കേണ്ടതിന് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുള്ള സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് പോയി. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് പുതിയ ജോലി കിട്ടാതെയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ ടെലിവിഷനിൽ സാക്ഷ്യപ്പെടുത്താം, എനിക്കൊരു നല്ല ജോലി നൽകണമേ എന്ന് നേർന്ന് പ്രാർത്ഥിച്ച് ഒരു മാസത്തിനുള്ളിൽ ദൈവം എനിക്ക് പഴയതിനേക്കാൾ ഉയർന്ന ശമ്പളത്തോടുകൂടെ ഒരു ഉന്നതമായ ജോലി നൽകി UK-യിൽ എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവരുടെ ഫോട്ടോ സഹിതം അവരുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ സ്വർഗം നമ്മെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടി പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഇത് അത്ഭുതത്തിൻ്റെ ഒരു മണിക്കൂറാണ്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി എഴുതി അറിയിച്ചിരിക്കുകയാണ്. ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ട ഈ കുടുംബത്തിൻ്റെ പ്രശ്നം, വർഷങ്ങളായി കല്യാണ ആലോചന നടക്കുന്നുണ്ടെങ്കിലും കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ലിൻഡ എന്ന ഈ മകള് ടെലിവിഷന് മുമ്പിലിരുന്ന് ഹൃദയം നുറുങ്ങിയ ഒരൊറ്റ പ്രാർത്ഥനയാണ്, യേശുവേ, എൻ്റെ വിവാഹ തടസ്സം എടുത്തു മാറ്റാൻ അവിടെ ഇടപെടണമേ, ഞാൻ ടെലിവിഷനിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിവാഹം ഉറയ്ക്കുകയും UK-യിൽ തന്നെ ജോലിയുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ കർത്താവ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. വർഷങ്ങളോളം അനുഭവിച്ചിരുന്ന ഒരു തടസ്സം യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി.
ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഓരോ തരത്തിലുള്ള തടസ്സങ്ങളിൽ വേദനിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ തടസ്സങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വചനം മലാക്കി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടിമതിക്കും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. കുടുംബത്തിന് ഓരോ തടസ്സമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും എതിർശക്തികളും വിപരീത സ്വാധീനങ്ങളും തടസ്സങ്ങളും മാരകവ്യാധികളും പകർച്ചവ്യാധികളും ഇപ്പോൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, ബന്ധനസേ ജെറൂസലേമേ നീ പൊടിയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽക്കുക, ബന്ധനസേ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ജോബിന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, അവിടുത്തെ കരം പായുന്ന സർപ്പത്തിന്റെ തല പിളർന്നു കളഞ്ഞു. ഹല്ലേലൂയ. റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. അതിന് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, പിശാചിനെ എതിർത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള തടസ്സങ്ങൾ, ഉപദ്രവങ്ങൾ, കണ്ണുനീര്, തകർച്ച, പരാജയങ്ങൾ, കടബാധകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. അത്ഭുതത്തിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. കൂട്ടാളികളിൽ ഇടിമിന്നൽ പോലെ നിരോധിക്കട്ടെ. സാത്താന്യ ശക്തികളെ പ്രാർത്ഥിക്കുന്നു. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. അത്ഭുതത്തിന്റെ അഭിഷേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. തലമുറകളായി ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളും ബാധകളും ഭൂതങ്ങളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങളുടെ മുമ്പിൽ തോന്നിവാസത്തിൻ്റെ സ്വഭാവം ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നിഷ്ടപ്രകാരം കാല് നീട്ടിയിരുന്നോ കമന്ന് കടന്നോ മലന്ന് കടന്നോ പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ പോകുമ്പം തോന്നിയാസം പോലെ വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടുന്നത് പോലെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പിറുപിറുത്ത് ഓരോ തരത്തിൽ ആ ആത്മീയ കാര്യത്തെ ഒരു ചടങ്ങ് പോലെ ഭാരപ്പെട്ട് തള്ളി നീക്കി അവസാനിപ്പിക്കുകയാണ്. ഓരോ ആത്മീയ ശുശ്രൂഷകളും ഇന്ന് അനേകം മേഖലകളിൽ ദൈവദാസന്മാരും ദൈവദാസികളും ദൈവമക്കളും ഓരോരുത്തരും ചെറുപ്പക്കാരും മുതിർന്നവരും വകതിരിവുള്ളവരും ഇല്ലാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും മുതിർന്നവരും ചെറിയവരും ഇടം വലം വ്യത്യാസമില്ലാതെ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു തെറ്റാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-11 തിരുലിഖിതങ്ങൾ, രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ,
ഭൂമിയുടെ അധിപതികളെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ദൈവത്തിന്റെ മുമ്പിൽ ഒരു ആത്മീയ കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഇടപെടുമ്പോ ഒരു മേൽക്കീഴ് വിചാരം വേണം, ഒരു സൂക്ഷ്മം വേണം, ഒരു ശ്രദ്ധ ആവശ്യമാണ്. വചനം പ്രസംഗിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അത് വേണം. ഇപ്പൊ തന്നെ ചിന്തിച്ചു നോക്കിയേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവഭയത്തോടെ ദൈവിക കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ പങ്കുചേരണം, അതിന് ബഹുമാനം കൊടുക്കണം, അതിന് അർഹമായ സ്ഥാനം കൊടുത്ത് ഞാൻ നിങ്ങൾ അതിനെ ആദരിക്കണം. ഇത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മീയ സംഗതിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 2-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അച്ഛനിത് പറയുമ്പോൾ മോശപ്രവാചകന്റെയും അഹറോന്റെയും ഒരു ജീവിതാനുഭവം അച്ഛൻ്റെ കൺമുമ്പിൽ പച്ചകടാതെ നിൽക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിലെ 7-ാം തിരുലിഖിതം. ജനം മുഴുവൻ വെള്ളം കിട്ടാതെ അങ്ങനെ ദാഹിച്ചു വരണ്ടു കിടക്കുമ്പോൾ ദൈവം മോശപ്രവാചകനോട് അഹറോനോട് പറഞ്ഞു, ഈ ജനത്തെ മുഴുവൻ ഈ പാറയ്ക്ക് മുമ്പിൽ വിളിച്ചുകൂട്ടി പാറയിൽ അടിച്ച് വെള്ളം പുറപ്പെടുവിച്ച് ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയും അഹറോനും അങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ജനത്തിന് വേണ്ടി പാറയിൽ അടിച്ച് വെള്ളം കൊടുത്ത് ജനങ്ങളെല്ലാം അത് സമൃദ്ധമായി കുടിച്ച്. സംഖ്യയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ദൈവം പ്രകടമായ വിധം സമൂഹത്തിലേക്ക് ഇടപെട്ടു. മോശയുടെയും അഹറോന്റെയും ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നു. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല എന്ന് പറഞ്ഞ ഇതിന് അർത്ഥം എന്താ? മോശയും അഹറോനും കൂടെ ചേർന്ന് ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഒരു ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷ അവർക്ക് അനുഗ്രഹത്തിന് പകരം നാശത്തിന് കാരണമായി. എന്താ അവിടെ വന്ന തെറ്റ്? അവർ ശുശ്രൂഷ ചെയ്തില്ലേ? ശുശ്രൂഷ ചെയ്തു. അനുസരിച്ചില്ലേ? അനുസരിച്ചു. പക്ഷെ എന്താ കുഴപ്പം? അവർക്ക് തോന്നിയതുപോലെ ചെയ്തു. ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം ഒരു നിർദ്ദേശം തരുമ്പം ദൈവം തന്ന ആ നിർദ്ദേശം സൂക്ഷ്മമായി പാലിച്ച് ദൈവഭയത്തോടെ കണ്ണിൽ എണ്ണയൊഴിച്ച് അത് മാതിരി ചെയ്യണം. എന്നാൽ ഇവിടെ മോശയും അഹറോനും കാര്യം ജ്ഞാനവും അറിവുള്ളവരായിരുന്നെങ്കിലും അവർക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി സമൂഹത്തിന് വേണ്ടി ഇത്തിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി അവർക്ക് പറ്റിയ വിധത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത്. അതിനെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അഹറോൻ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു മെരീബാ ജലാശയത്തിങ്കിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചത് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിരുന്നു. സംഖ്യയുടെ പുസ്തകം 20:24 നാം ഇത് വായിക്കുന്നത്. നോക്കുക, അവർ ചെയ്തു, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ധിക്കാരം പോലെ ദൈവത്തിന് അത് അനുഭവപ്പെട്ടു. ഞാനും നിങ്ങൾ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ അപ്രീതിപ്പെടുത്തുന്ന വിധം അത് ചെയ്യരുത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ദൈവഭയത്തോടെ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവഭയത്തോടെ ഞാനും നിങ്ങൾ ബലിയർപ്പിക്കണം. ദൈവഭയത്തോടെ ഞാനും നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. ദൈവഭയത്തോടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടണം. ഡോണ്ട് ഡൊമസ്റ്റിക്കേറ്റ് യുവർ ഗോഡ്. നിന്റെ ദൈവത്തെ ഒരു വളർത്തു മൃഗത്തെ പോലെ ആക്കരുത്. കുറേ കാലം ആത്മീയ കാര്യങ്ങൾ തടങ്ങിക്കഴിഞ്ഞ് കുറേ കാര്യം ആത്മീയതയിൽ അങ്ങോട്ട് ചേർന്ന് ഇടപെട്ട് നടന്ന് പിന്നെ അങ്ങോട്ട് തഴങ്ങിക്കഴിയുമ്പോൾ അവനവന് തോന്നിയതുപോലെ ചെയ്യുന്ന രീതി വരുമ്പോൾ അത് എനിക്ക് നിങ്ങൾക്കും ഗുണകരമല്ല, ഭൂഷണമല്ല, നാശം 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 തന്നെ. അതിനൊരു ഉദാഹരണമാണ് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതന്റെ കുടുംബത്തിന്റെ കഥ.
ഏലി പുരോഹിതൻ 140 വർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത്. പക്ഷേ ഈ ഏലിയുടെ 2 മക്കള് ഹോഫ്നിയും ഫിനെഹാസും അവർ ദൈവത്തിന്റെ മുമ്പിൽ ദൈവഭയമില്ലാതെ വ്യാപരിച്ച്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. കാരണം അവർ അത്ര അശ്രദ്ധയോടെയാണ് കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. അത്ര അശ്രദ്ധയോടെയാണ് കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ദൈവം ഇറങ്ങി വന്ന്, വേദനയോടെ ദൈവം ഇറങ്ങി വന്ന്, എന്നിട്ട് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഇടിവെട്ടുന്നത് പോലെ ഒരു വചനമുണ്ട്. അതാണ് 1 സാമുവേൽ 3-ാം അധ്യായത്തിലെ 14-ാം തിരുലിഖിതം. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം ശപഥം ചെയ്ത് ഒരു വചനം വെക്കുകയാണ്. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല. ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ കയറി വന്നിട്ട്, അത് സന്ധ്യാപ്രാർത്ഥന ചെയ്യാനാകട്ടെ, ദേവാലയ കർമ്മങ്ങൾക്ക് വേണ്ടിയാകട്ടെ, ദൈവവചനം വായിക്കാനോ കേൾക്കാനോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയമില്ലാതെ, ദൈവഭയമില്ലാതെ ഞാൻ നിങ്ങൾ ചെയ്യരുത്. ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാകാത്തത് കഠിനമായൊരു പാപത്തിൻ്റെ മേഖലയാണത്. ഹല്ലേലൂയ. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞിൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങളിൽ ആരും അസന്മാർഗിയോ അധാർമികനാകരുത്. എന്താ ഏസാവിന് പറ്റിയത്? ദൈവം ഏസാവിന് ഉന്നതമായ ഒരു സ്ഥാനം നൽകി. ദൈവം നൽകി ഉന്നതമായ സ്ഥാനത്തെ വിലമതിക്കാതെ അവൻ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ തോളിൽ കൈവിട്ട് നടന്നിട്ട് അവന് ആ സ്ഥാനത്തിന് വില കൊടുക്കാതെ അവൻ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ച്, സമയത്തിനനുസരിച്ച് ജീവിച്ച്, വിശന്നപ്പം വിശപ്പ് തീർക്കാൻ വേണ്ടി അവൻ 1-ാം സ്ഥാനം കൊടുത്ത് ദൈവം തനിക്ക് നൽകിയ സ്ഥാനത്തെയോ ദൈവം തനിക്ക് നൽകിയ മഹത്വത്തെയോ അവൻ ഗവനിച്ചില്ല. ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ഞാൻ നിങ്ങൾ മാമോദിസം മുങ്ങിയവരാണ്, എന്നാൽ ഈ സ്ഥാനത്തെ ഗവനിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഒരു പുരോഹിതനായിരിക്കാം, ഒരു വൈദികനായിരിക്കാം, ഒരു സമർപ്പിതയായിരിക്കാം, ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു വചനപ്രഘോഷകനായിരിക്കാം, ഒരു രോഗശാന്തി ശുശ്രൂഷകനായിരിക്കാം. ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ മേലങ്കിയെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ? ആ ശുശ്രൂഷകളെ നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് ഒരു ചേട്ടനെ കണ്ടപ്പോൾ ആ ചേട്ടൻ വിദേശ രാജ്യത്തു നിന്ന് വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ആ ചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അനേകം മലയാളികളുണ്ട്. അവർ ഈ കേരളത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ആത്മീയ കാര്യങ്ങളിൽ മുന്നിട്ട് നിന്നിരുന്നവരുമായിരുന്നു. ഒത്തിരി പേർക്ക് ദർശനപരങ്ങളുള്ളവരും പ്രാർത്ഥനാ കൃപകളുള്ളവരുമായിരുന്നു. എന്നാൽ ആ യൂറോപ്യൻ രാജ്യത്ത് വന്ന് ആ കമ്പനി ജോലി കിട്ടി, ഉയർന്ന ശമ്പളം കിട്ടി, നല്ല കൂട്ടുകാരെ കണ്ട്, നല്ല കാറ് കണ്ട്, നല്ല റോഡ് കണ്ട്, ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ബുദ്ധി മറിഞ്ഞു പോയി. എന്നിട്ട് ഓരോ തരത്തിലുള്ള ജഡത്തിൻ്റെ പാപങ്ങളിൽ മുഴുകാൻ തുടങ്ങി. അപ്പോൾ ദൈവഭയമുള്ള ഈ എളിയ പൈതൽ ചോദിച്ചു, നമ്മളിങ്ങനെ ചെയ്യാൻ പാടണ്ട, ദൈവത്തെ അറിഞ്ഞ നമ്മൾ ഇവരുടെ വഴി കൂടെ നടക്കാൻ പാടണ്ട. ഉടനെ അവർ പറയുകയാണ്, ചേട്ടാ ഇപ്പോഴല്ലേ ഇതിനൊക്കെ അവസരം കിട്ടുള്ളൂ, നാട്ടിൽ പോയതൊക്കെ പറ്റുമോ? അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാം, നാട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ ധ്യാനം കൂടിയിട്ട് പിന്നെ നമുക്ക് നന്നാകാമെന്ന്. എന്താ പറയുക, ഇപ്പോഴല്ലേ അവസരം കിട്ടുള്ളൂ എന്ന്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 16-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞിൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങളിൽ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നൽകിയ ഉന്നതമായ പ്രാർത്ഥനാ കൃപകൾ, ആത്മീയ നന്മകൾ, ദൈവരാജ്യത്തിന്റെ വരദാനങ്ങളെല്ലാം തുച്ഛീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന, സാഹചര്യം നോക്കി തക്കം തായവും പോലെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ദുരാത്മാക്കളും, അന്ധകാര പീഡകളും, നാരകീയ സേനകളും ഓരോ ദൈവമക്കളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സമൂഹങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, വീരട്ടെ യേശുവിൻ ജയക്കൊടി, വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, വീരട്ടെ യേശുവിൻ ജയക്കൊടി, വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ
ശക്തികളെ ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത് ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത് ശത്രുവിൻ കോട്ടകൾ വീരന്റെ യേശുവിൻ ജയക്കൊടി. വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞ ഉൽപുത്രസാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങളിൽ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം തിരുലിഖിതം. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. വിശുദ്ധ തോമസ് മൂർ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി ദൈവത്തിൻ്റെ ഹിതത്തിൽ മുറുകെ പിടിച്ചു നിന്നു. അവൻ അനശ്വരനായി ദൈവസന്നിധിയിൽ സ്വീകാര്യനായി മാറി. നമുക്ക് മുമ്പ് പോയ അനേകം വിശുദ്ധർ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ചു. 2 കരങ്ങൾ ഉയർത്തി ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എനിക്ക് ഒന്നും മതിയായവനാണ്. ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കൈകൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. സമൂഹം ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. അത്ഭുതങ്ങളുടെ യേശുവിനെ വിളിക്കുന്നു, യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ബാബു. ഞാൻ പാലാ രൂപത കാവുംകണ്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒക്ടോബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടെ കൺവെൻഷനിൽ പങ്കുകൊള്ളുന്നത്. അന്ന് ഞാൻ കഷ്ടതയുടെ കാലത്തല്ല, സമ്പത്തിൻ്റെ കാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് സംസാരം ഇല്ലായിരുന്നു. 2 വയസ്സായപ്പോഴാണ് അമ്മയെ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞങ്ങളങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് സ്കാനിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ കുഞ്ഞ് ഒരു കാരണവശാലും ഉറങ്ങാതെ ചെയ്യാൻ പറ്റുകയില്ല. കുഞ്ഞിന് ഉറങ്ങാനുള്ള മരുന്നും കൊടുത്തിട്ടും കുഞ്ഞ് ഉറങ്ങിയില്ല. ഞങ്ങൾ 10 മുതൽ 3:30 വരെ അവിടെ ചിലവഴിച്ചു. എന്നിട്ട് കുഞ്ഞ് ഉറങ്ങിയില്ല.
ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ നിയോഗമാണ് കുഞ്ഞിനെ സ്കാൻ ചെയ്യേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഈ ഒക്ടോബർ മാസത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ചു. എൻ്റെ കുഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അതിനു മുമ്പ് എന്നെ കണ്ടാലും അമ്മ എന്ന് വിളിച്ചിരുന്ന ആൾ അന്ന് മുതൽ എന്നെ പപ്പ എന്ന് വിളിക്കാനും ഇപ്പോൾ ഹല്ലേലൂയ 1.5 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന ആള് ഇപ്പം നല്ല സ്ഫുടമായി ഇപ്പം പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പപ്പയെന്നും മമ്മിയെന്നും അമ്മയെന്നും പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ തക്കവണ്ണം സംസാരശേഷി നൽകി നാവിൻ്റെ കെട്ടുകൾ അഴിച്ച് കർത്താവ് ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus.